അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന ജുമുഅ ഖുത്ബകളിൽ നിന്ന് 2025 ജൂൺ 13 നടത്തിയ മനുഷ്യനും അവൻ്റെ വഴിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ ജുമുഅ ഖുത്ബയുടെ പ്രസക്ത ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ച് കേൾക്കുന്നത്. പരിശുദ്ധ പ്രവാചകൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചനം ചെയ്തിരിക്കുന്നു, വിശ്വാസ നവീകരണത്തിനായി നേതാക്കന്മാരുടെ ആഗമനം ഉണ്ടാകുമെന്ന്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഒരു പ്രവാചക വചനത്തിൽ ഇപ്രകാരം പറയുന്നു: ഓരോ നൂറ്റാണ്ടിൻ്റെയും തലയ്ക്കൽ അല്ലാഹു തആല ആളെ നിയോഗിക്കുന്നതാണ് ഈ ഉമ്മത്തിലെ ദീനിനെ നവീകരിക്കുവാനായി. ഭാവി വഴികാട്ടികളിലുള്ള വിശ്വാസം ദൈവീക വാഗ്ദാനമായി പര്യാലോചിക്കേണ്ടതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനും തിരുനബി വചനങ്ങളും തിരുസുന്നത്തിനും അപ്പുറത്ത് അതിൻ്റെ യഥാവിധിയുള്ള അധ്യാപനം ഓരോ നൂറ്റാണ്ടിലും കാണിച്ചു കൊടുക്കുന്നതിന്, മനസ്സിലാക്കിക്കുന്നതിന് ഭാവിയിൽ വഴികാട്ടികളിലുള്ള വിശ്വാസം ദൈവിക വാഗ്ദാനമായി പര്യാലോചിക്കേണ്ടതാണ്. കാരണം അല്ലാഹു തആല അവൻ്റെ ദാസന്മാരെ അന്ധകാരത്തിൽ അലയാൻ ഒരിക്കലും വിടുകയില്ല. ജനങ്ങൾ കാത്തിരിക്കുന്ന പ്രവാചകന്മാർ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിനു ശേഷവും വരുന്ന പ്രവാചകന്മാരെ ഇസ്ലാം ആദരിക്കുന്നു. മുൻകടന്ന പ്രവാചകന്മാരെ എല്ലാം സത്യപ്പെടുത്തുന്നു. മാനവകുലത്തെ വിശ്വാസ കൊടുമുടിയിലേക്ക് നയിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിനു മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവകുലത്തിന് മൊത്തത്തിൽ കൊണ്ടുവന്ന വിശുദ്ധ ഖുർആനെയും തിരു സുന്നത്തിനെയും ലോകത്ത് യഥാവിധി നടപ്പിലാക്കുന്നതിന് ഓരോ നൂറ്റാണ്ടിലും അള്ളാഹുവിൽ നിന്നുള്ള ദൂതന്മാർ വരുന്നതാണ്. കഴിഞ്ഞു കടന്ന വിവിധ മത അധ്യാപനങ്ങൾ അനുസരിച്ച് ജനങ്ങൾ ദൈവിക ഇടപെടലുകൾക്കായി കാത്തിരിക്കുന്നു. ഒരു വഴികാട്ടിയുടെ രൂപത്തിൽ അവർ സത്യവും നീതിയും കൊണ്ടുവരട്ടെ. ഭാവിയിൽ വരുന്ന ഒരു വഴികാട്ടിയെ സംബന്ധിച്ച് ബൈബിൾ പറയുന്നത് കാണുക: അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല, തെരുവീഥിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. യെശയ്യ 42:2-3 വചനങ്ങളാണ്. ഇസ്ലാമിലെ യുഗാന്ത ശാസ്ത്രത്തിൽ നീതിമാനായ ഒരു വഴികാട്ടിയെ സംബന്ധിച്ച്
പ്രവാചകന്മാരുടെ പാത പിന്തുടരുന്ന ഒരു വഴികാട്ടിയെ സംബന്ധിച്ച് പ്രവചനമുണ്ട്. അത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യവുമാണ്. ദൈവീക സ്നേഹത്തിന് അവൻ രൂപം നൽകും, ദൈവീക പരിശുദ്ധിക്ക് രൂപം നൽകും, ദൈവീക സത്യത്തിന് രൂപം നൽകും. മാനവകുലത്തെ അള്ളാഹുവിൻ്റെ പിന്നിലേക്ക് നയിക്കുന്നതാണ് സമാധാനീയമായ വഴികളിലൂടെ. ദൈവീക മാർഗദർശനത്തിൻ്റെ ഈ വാഗ്ദാനമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതായത് അല്ലാഹുത്താല അവൻ്റെ സൃഷ്ടിയെ ഒരിക്കലും കൈവിടുകയില്ല എന്നത്. ഹസരത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിനു ശേഷം അല്ലാഹുത്താല പിന്താങ്ങുന്ന ഒരു കാര്യം, അത് ഇസ്ലാമിനും മാനവകുലത്തിനും നൽകുന്ന പിന്താങ്ങൽ, അത് നീതിമാന്മാരും സന്മാർഗചരിതരുമായ വഴികാട്ടികളെ നൽകുമെന്നുള്ളതാണ്. ഹസരത്ത് മിർസാ ഗുലാം അഹമ്മദ് അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള വഴികാട്ടികൾ ഇതാ ഈ നൂറ്റാണ്ടിൽ ഞാനും മാനവകുല വഴികാട്ടിയായി വന്നിരിക്കുന്നു. ഇത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്, അഥവാ നടപടിക്രമമാണ്. ഭൂമിയിൽ മാനവൻ ഉള്ളിടത്തോളം കാലം, ആകാശവും ഭൂമിയും നിലനിൽക്കുവോളം അല്ലാഹുത്താല അവൻ്റെ പ്രകാശം അയച്ചു കൊണ്ടിരിക്കുന്നതാണ്. അത് അവൻ തിരഞ്ഞെടുക്കുന്ന മനുഷ്യരൂപത്തിലായിരിക്കും. മാനവകുലത്തിനായി അവർ അല്ലാഹുവിൻ്റെ വചനങ്ങളും കൽപ്പനകളും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ്. അല്ലാഹുവിൻ്റെ പ്രകാശം നിർബന്ധമായും തുടരുക തന്നെ ചെയ്യും. അത് ഇപ്രകാരം നിയമിക്കപ്പെടുന്ന ആളുകളിൽ കൂടിയായിരിക്കും. സത്യം അന്വേഷിച്ച് ലോക ജനത സ്വയമേവ അലഞ്ഞു തിരിഞ്ഞു നടക്കാതിരിക്കുവാനുള്ള അല്ലാഹുവിൻ്റെ നടപടിക്രമമാണ്. മനുഷ്യ സൃഷ്ടിപ്പിൽ നിന്നും തുടങ്ങി ഒടുവിൽ അവനിലേക്ക് മടങ്ങുന്നവരെ അല്ലാഹുത്താല അവനിൽ ഭരമേൽപ്പിച്ച അമാനത്തിനെ, പരിശുദ്ധമായ നിലയിൽ ഏൽപ്പിച്ച വസ്തുവിനെ അവൻ വഴി നടത്തുന്നതാണ്. ഈ അമാനത്തിനെ അവൻ കാത്തു സൂക്ഷിക്കേണ്ടതാണ്, വിശ്വസ്തയോടെ തന്നെ. ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരരുത്. ഭൂമിയിലെ അവൻ്റെ ഈ യാത്ര ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ മാർഗദർശനത്തിലായിരിക്കണം. പ്രവാചകന്മാരുടെ ബൗദ്ധികതയാൽ പ്രകാശഭരിതമായിരിക്കണം. വലിയ ദൗത്യങ്ങൾക്കായി അല്ലാഹുത്താല വ്യക്തിപരമായി തിരഞ്ഞെടുക്കപ്പെട്ടവർ, മാനവകുലത്തെ നയിക്കാനായി നിയോഗിതരായവർ അനുഗ്രഹീതർ തന്നെ. കാരണം ഈ അനുഗ്രഹീത ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണവർ. അല്ലാഹുവിലേക്ക് ആത്മാക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കുക, ധാർമ്മികതയിലേക്ക് അവരെ നയിക്കുക. വിശ്വാസിയായ ഒരു വ്യക്തി ശരിയായ പാതയിൽ സഞ്ചരിക്കുന്നു. അവൻ്റെ ഇടപെടലും ഉദ്ദേശവും നന്നായിരിക്കും. അവൻ തൻ്റെ ആത്മാവിനെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്നു. ഈ ലോകത്തിലെ പൊടിപടലങ്ങളിൽ നിന്ന് അവൻ അതിനെ കാത്തു സൂക്ഷിക്കുന്നു. അവനെ വിജയിയായവൻ എന്നറിയപ്പെടുന്നു. ഈ ലോക ജീവിതത്തിലെ പരീക്ഷയിൽ അവൻ വിജയിച്ചിരിക്കുന്നു. ഈ കാലഘട്ടത്തിലെ രക്ഷകനെ തേടി മനുഷ്യകുലം ഇതാ കാത്തിരിക്കുന്നു. രക്ഷകൻ ഇതാ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്നു. നിങ്ങൾക്കായി അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ? ഇത് മനസ്സിലാക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അവരുടെ സമയം ത്യാഗം ചെയ്യാൻ ആരെങ്കിലുമുണ്ടോ? അവരുടെ ധനം ചെലവഴിക്കുവാൻ തയ്യാറുണ്ടോ? ദൈവവഴിയിൽ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറുണ്ടോ? അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ തയ്യാറുണ്ടോ? ഇതാ ഈ വിനീതദാസൻ. ലോക സംസ്കരണത്തിനായി മാനവകുല ആത്മീയ വഴിത്താര തെളിക്കാനായി വന്നിരിക്കുന്നു. ഇന്ന് ഹൃദയങ്ങൾ രക്ഷകനെ തേടുകയാണ്. നിങ്ങൾ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കാൻ തയ്യാറാണോ? അദ്ദേഹത്തെ അംഗീകരിക്കുവാൻ തയ്യാറാണോ? ഈ വിനീതദാസനെ യഥാർത്ഥ വിശ്വാസികൾ അറിയുന്നു. അല്ലാഹുത്താലായുടെ വാഗ്ദാനം എപ്പോഴും സത്യമായിരിക്കുമെന്ന്. അവൻ ഒരിക്കലും വാഗ്ദത്തം ലംഘിക്കുകയില്ല. സാത്താൻ്റെ കടന്നുകയറ്റം സത്യത്തിനുമേലുണ്ടാകുവാൻ അവൻ അനുവദിക്കുകയില്ല. ആയതിനാൽ അല്ലയോ വിശ്വാസികളെ,
ലോകമെങ്ങുമുള്ള വിശ്വാസികളെ ഒന്നായി അണിചേരുക. സത്യത്തിനു വേണ്ടി അണിചേരൂ, സൃഷ്ടാവിന് വേണ്ടി അണിചേരൂ, പങ്കുകാരില്ലാത്തവനു വേണ്ടി അണിചേരൂ. പ്രാർത്ഥനയോടെ അള്ളാഹുവിലേക്ക് തിരിയുക. തീർച്ചയായും നിങ്ങൾ അവനെ കണ്ടെത്തും. അവൻ സമീപത്തുണ്ട്. അവൻ എന്നെ നിങ്ങൾക്ക് ഒരു സന്ദേശവാഹകനായി അയച്ചിരിക്കുന്നു. കേൾക്കാൻ കഴിയുന്ന ഹൃദയങ്ങൾ കേൾക്കട്ടെ. എൻ്റെ ക്ഷണം അവർ ശ്രദ്ധിക്കട്ടെ, കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. ഇൻഷാ അല്ലാഹ്. ആഴത്തിൽ ചിന്തിക്കുക. അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, അറിയുക അള്ളാഹുവിൻ്റെ സഹായം അടുത്ത് തന്നെയുണ്ട്. അൽ-ബഖറ 2:215. ആയതിനാൽ നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, എന്നെ അനുസരിക്കുകയും ചെയ്യുക. അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെയും നിങ്ങളുടെ കാലഘട്ടത്തിലെ വിനീതദാസനെ അനുസരിക്കുന്നതിലൂടെയുമാണ് നിങ്ങളുടെ മോക്ഷ വഴി തുറക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ്. ആമീൻ. പരിശുദ്ധ ഖുർആനിലൂടെയും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെയും മാനവരാശിക്ക് രക്ഷാമാർഗം കണ്ടെത്തുന്നതിനായി അല്ലാഹു തആല ഏർപ്പെടുത്തിയിരിക്കുന്ന ഓരോ നൂറ്റാണ്ടിലെയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിനിധിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനം ലോകർക്ക് എത്തിക്കുന്നതിനായി അശ്രാന്ത പരിശ്രമത്തിൽ ഏർപ്പെടുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.